സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഡേറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന ചാപ്റ്ററാണ്. അതിലെ നെക്സ്റ്റ് ടോപ്പിക്ക് തുടങ്ങുകയാണ് വേരിയബിൾസ്. വേരിയബിൾസ് ആർ യൂസർ ഡിഫൈൻഡ് നെയിംസ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ദാറ്റ് ഐഡൻറ്റിഫൈസ് എ ഡേറ്റ അല്ലെങ്കിൽ ദാറ്റ് റെഫേഴ്സ് എ ഡേറ്റ ഓർ മെമ്മറി ലൊക്കേഷൻ. ഒരു ഡേറ്റയോ അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനെയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് വേർഡ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് that represents അല്ലെങ്കിൽ identifies a data or memory location. ഒരു നെയിം എന്തിനു യൂസ് ചെയ്യുന്നു? ഒരു ഡേറ്റയെ റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പം ഒരു വേരിയബിളിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ധാരാളം ഡേറ്റ ടൈപ്പ് പഠിച്ചു, ഇൻറ്റ് പഠിച്ചു, ഫ്ലോട്ട് പഠിച്ചു, ഡബിൾ പഠിച്ചു, ലോങ് പഠിച്ചു, വോയിഡ് പഠിച്ചു, ഇങ്ങനെ കുറച്ച് ഡേറ്റ ടൈപ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ അത് എന്ത് ടൈപ്പാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പിനെ ബേസ് ചെയ്താണ്. അപ്പം ദ നേച്ചർ, അടുത്ത പോയിന്റാണ്, ദ നേച്ചർ and size of data is depend on the data type that is used to declare it. അതെന്താ ഞാൻ പറയാം. That is used to declare it. That is used to declare it. ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിളിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഡേറ്റ എന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്താണ് നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. നിങ്ങൾ വേരിയബിൾ ഡിക്ലറേഷൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വരുന്ന പോർഷൻസ് നിങ്ങൾ പഠിക്കും. തൽക്കാലം മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്താണ് നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. ഒന്ന്, വേരിയബിൾ എന്ന് പറയുന്നത് വേർഡ്സ് ആണ്, യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ്, ദാറ്റ് യൂസ് ടു ഐഡൻറ്റിഫൈ എ ഡേറ്റ ഓർ മെമ്മറി ലൊക്കേഷൻ. അതുപോലെ ദ ടൈപ്പ് ഓഫ് ദി ഡേറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഡേറ്റ എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്താണ് ആ വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഡേറ്റയുടെ ടൈപ്പും നേച്ചറും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ രണ്ട് പോയിന്റ് മനസ്സിൽ വെച്ചോണം. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് വേരിയബിൾസ് ആണ്. 3 ആസ്പെക്ട്സ് ആണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ. മെമ്മറി എങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് ഓർഗനൈസ് ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്.
റിയാലിറ്റിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, ആ രീതിയിലല്ല മെമ്മറി ഓർഗനൈസ് ചെയ്തേക്കുന്നത്. പക്ഷെ മനസ്സിലാകാനായിട്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് നമുക്കൊരു മെമ്മറിയെ ഒരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ആക്ച്വലി മെമ്മറി അങ്ങനെയൊന്നും അല്ല ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്, നമ്മൾ ഇൻറ്റേർണൽ മെമ്മറി, കമ്പ്യൂട്ടറിനകത്തുള്ള മെമ്മറിയെ നമുക്കൊരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. Memory is considered as a table that consists of rows and columns. അപ്പോൾ മെമ്മറി യൂണിറ്റ് അല്ലെ മെമ്മറി യൂണിറ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും സ്മോളസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1 ബിറ്റാണ്. 1 ബിറ്റ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് 1 ബിറ്റാണ്. അത് മെമ്മറി യൂണിറ്റിൻ്റെ ഹൈറാർക്കിയാണ് ഞാൻ പറയുന്നത്. 1 ബിറ്റാണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. 8 ബിറ്റ് കൂടുമ്പോൾ 8 ബിറ്റ് ഫോംസ് 1 ബൈറ്റ്. 8 ബിറ്റ് എന്ന് പറയുന്നതാണ് ഒരു ബൈറ്റ്. ഓക്കെ, ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദി മെമ്മറി ഈസ് കോൾഡ് ബിറ്റ്. അങ്ങനെ 8 ബിറ്റ് കൂടുമ്പോൾ അതൊരു ബൈറ്റ് ആവും. 1024 അല്ലെങ്കിൽ 1000 ബൈറ്റ്സ് ഫോം. 1000 ബൈറ്റ്സ് എന്ന് പറയും, 1024 ബൈറ്റ്സ് എന്ന് പറയും. 1024 ബൈറ്റ്സ് ഫോം 1 കിലോ ബൈറ്റ്, 1 KB. 1024 KB is 1 megabyte, 1 MB. 1024 MB എന്ന് പറയുന്നത് 1 ജിഗാബൈറ്റ്. ഓക്കെ, 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ടെറാബൈറ്റ്. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ടെറാബൈറ്റ് TB. 1024 TB എന്ന് പറയുന്നത് 1 പെറ്റാബൈറ്റ്, 1 PB. ഓക്കെ, 1024 പെറ്റാബൈറ്റ് എന്ന് പറയുന്നത് PB എന്ന് പറയുന്നത് 1 എക്സാബൈറ്റ്, എക്സാബൈറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഹൈറാർക്കി പോകുന്നത്. അപ്പോൾ 1024 എക്സാബൈറ്റ് എന്ന് പറയുന്നത്, EB എന്ന് പറയുന്നത് 1 സെറ്റാബൈറ്റ്, ZB. 1024 സെറ്റാബൈറ്റ് എന്ന് പറയുന്നത് 1 യൊട്ടാബൈറ്റ്, യൊട്ടാബൈറ്റ്. 1024 യൊട്ടാബൈറ്റ് എന്ന് പറയുന്നത് 1024 യൊട്ടാബൈറ്റ് എന്ന് പറയുന്നത് 1024 യൊട്ടാബൈറ്റ് എന്ന് പറയുന്നത് 1 ബ്രോണ്ടോബൈറ്റ്, 1 BB. ബ്രോണ്ടോബൈറ്റ്. 1024 ബ്രോണ്ടോബൈറ്റ് എന്ന് പറയുന്നത് 1024 ബ്രോണ്ടോബൈറ്റ് എന്ന് പറയുന്നത് 1 ജിയോബൈറ്റ്, ജിയോബൈറ്റ്. അപ്പോൾ 1024 ബ്രോണ്ടോബൈറ്റ് BB എന്ന് പറയുന്നത് 1 ജിയോബൈറ്റ് ആണ്. ജിയോബൈറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഹൈറാർക്കി, മെമ്മറി യൂണിറ്റിൻ്റെ ഹൈറാർക്കി. നമുക്ക് മാക്സിമം 1 ടെറാബൈറ്റ് വരെ മതി. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല.
നമ്മൾ GB വരുമ്പോൾ നിൽക്കും. നമ്മുടെ യൂസൊക്കെ സാധാരണഗതിയിൽ ഒരു യൂസർ യൂസ് ചെയ്യുന്ന അത്രയും മെമ്മറിയൊക്കെ യൂസ് ചെയ്യുള്ളൂ. അതിനപ്പുറം ഒന്നും സാധാരണ നമ്മളൊന്നും യൂസ് ചെയ്യില്ല. ഇതാണ് മെമ്മറി യൂണിറ്റിൻ്റെ കോൺഫിഗറേഷൻ എന്ന്, മെമ്മറി യൂണിറ്റിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. ഓക്കെ, അപ്പോൾ 8 ബിറ്റ് കൂടുമ്പോഴാണ് ഒരു ബൈറ്റ് ആവുന്നത്. അങ്ങനെ 1024 ബൈറ്റ് 1 കിലോബൈറ്റ്, 1024 KB 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് 1 ടെറാബൈറ്റ്, 1024 ടെറാബൈറ്റ് 1 പെറ്റാബൈറ്റ്, 1024 പെറ്റാബൈറ്റ് 1 എക്സാബൈറ്റ്, 1024 എക്സാബൈറ്റ് 1 സെറ്റാബൈറ്റ്, 1024 സെറ്റാബൈറ്റ് 1 യൊട്ടോബൈറ്റ്, 1024 യൊട്ടാബൈറ്റ് 1 ബ്രോണ്ടോബൈറ്റ്, 1024 ബ്രോണ്ടോബൈറ്റ് ഫോംസ് 1 ജിയോബൈറ്റ്. ഇതാണ് മെമ്മറി ബൈറ്റ്സിൻ്റെ മെമ്മറി യൂണിറ്റിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇതറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനൊന്നും. ഓക്കെ, അപ്പം നമ്മളൊരു മെമ്മറിയെ നമ്മൾ എന്തായിട്ട് കാണുന്നു? ഒരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. അതിനകത്തുള്ള ഈ ടേബിളിനകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഈ മെമ്മറിക്കകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ സ്ക്വയറാണ്. ഓരോ സ്ക്വയറാണ് സ്മോളസ്റ്റ് യൂണിറ്റ്. അതിന് നമ്മൾ സെല്ലെന്ന് പറയും. സെൽ. ഈച്ച് സെൽ ഈസ് ഓഫ് 1 ബൈറ്റ്. ഈച്ച് സെൽ ഈസ് ഓഫ് 1 ബൈറ്റ്. ഓരോ സെല്ലിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ബൈറ്റ് ആയിരിക്കും. റിയാലിറ്റിയിൽ ഇങ്ങനെയല്ല മെമ്മറി ഇരിക്കുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നേ ഉള്ളൂ. കൺസിഡർ ആസ് എ ടേബിൾ. ഒരു ടേബിളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ഏറ്റവും സ്മോളസ്റ്റ് സെല്ലിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഈ പാർട്ടിന്, അതിനെ നമ്മൾ സെല്ലെന്ന് വിളിക്കും. ഈച്ച് സെൽ ഓഫ് 1 ബൈറ്റ്. ഓരോ സെല്ലും ഓരോ ബൈറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? എങ്കിലും ഇനി അടുത്ത മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു വേരിയബിൾ എന്ന് പറഞ്ഞ ഒരു വേർഡാണ് അല്ലേ? ഒരു വേർഡാണ്. വേർഡ് മേ ബി എ ലെറ്റർ വേണമെങ്കിലും ആവാം. ഞാൻ ഡിക്ലെയർ ഒരു വേരിയബിൾ നെയിം പറയാണ്. സേ എ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ വേരിയബിൾ. വേരിയബിൾ എന്താണെന്ന് പറഞ്ഞത്? ഇറ്റ്സ് എ നെയിം ദാറ്റ് ഐഡൻറ്റിഫൈസ് എ മെമ്മറി ലൊക്കേഷൻ. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താ ഞാൻ പറഞ്ഞത്? ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി വേരിയബിൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡേറ്റ ടൈപ്പ് ഓഫ് ദി ഡേറ്റ. ആ നമ്മൾ പറഞ്ഞ വേരിയബിളിൻ്റെ നേച്ചറും സൈസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ്. അപ്പം ഞാനൊരു വേരിയബിൾ പറഞ്ഞു, സേ നെയിം ഡേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതിനൊന്നും വിഷയമുള്ള കാര്യമല്ല. സേ എ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഡേറ്റ വേരിയബിളിൻ്റെ ടൈപ്പും ഡേറ്റ എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. നമ്മൾ ധാരാളം ഡേറ്റ ടൈപ്പ് പഠിച്ചു. ഇൻ്റ്, ഫ്ലോട്ട്, ഓക്കെ, ക്യാരക്ടർ, ഡബിൾ, ലോങ് എന്ന് പറഞ്ഞ് കുറേ പഠിച്ചു. ഞാനൊരു വേരിയബിൾ പറഞ്ഞു എ. എന്നിട്ട് എന്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ എയുടെ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. സേ ഇൻറ്റ്. ഓക്കെ, എ ഈസ് എ വേരിയബിൾ ആൻഡ് ദ ഡേറ്റ ടൈപ്പ് ഈസ് ഇൻറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ആ ടേബിളിനകത്ത് റോസും കോളംസ് ആയിട്ടാണ് ആ ടേബിൾ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റാണ് സെല്ലെന്ന് പറയുന്നത്. ഓരോ സെല്ലും 1 ബൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ എയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. ഇൻറ്റിജർ ടൈപ്പ് എടുക്കുന്ന മെമ്മറി കൺസെപ്ഷൻ എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. എത്ര ബൈറ്റ്സ് എടുക്കുന്നത്? 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് എടുക്കുന്നത്.
അപ്പോൾ ഞാനിങ്ങനെ ഇൻറ്റ് എ ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റേർണലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സെല്ലുള്ള മെമ്മറി ലൊക്കേഷൻ ഈ എക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യും. കാരണം എന്താണ്? ഇൻറ്റീജർ എടുക്കുന്നത് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണ്. അത് ഞാൻ ഡയഗ്രാമാറ്റിക്കലി ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. നാല് ബൈറ്റ്സ് ഉള്ള മെമ്മറി അല്ലേ? കാരണം എന്താണ്? ഇൻറ്റീജർ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കൊടുത്താണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയും. വേരിയബിൾ ഡിക്ലറേഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ പഠിക്കും. ഇൻറ്റ് എ, ഇപ്പം എ എന്ന് പറയുന്നത് ഈ 4 മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? 4 ബൈറ്റ് വരാൻ കാരണം എന്താണ്? ഇൻറ്റീജർ എടുക്കുന്നത് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആയതുകൊണ്ടാണ് അതിന് നമുക്ക് 4 മെമ്മറി ലൊക്കേഷൻസ് വരുന്നത്. ഈച്ച് മെമ്മറി ലൊക്കേഷൻ ഈസ് ഓഫ് 1 ബൈറ്റ്. ഓരോ മെമ്മറി ലൊക്കേഷനും ഓരോ ബൈറ്റ്സ് ആയിരിക്കും. അതിൻ്റെ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. സേ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 8. അപ്പോൾ എയിലേക്ക് 8 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുകയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻറ്റേർണലി മെമ്മറിക്കകത്ത് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷനിലേക്ക് 8 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. ഇതാണ് ഇൻറ്റേർണലി വേരിയബിൾ ഡിക്ലറേഷൻ നടത്തുമ്പോൾ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വേരിയബിളിനെ കുറിച്ച് പറയുമ്പോൾ 3 ആസ്പെക്ട്സ് ആണ് വരുന്നത്. 3 ആസ്പെക്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് വേരിയബിൾ നെയിം. വേരിയബിൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a name that given to the memory location. ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ പേര് കൊടുക്കുന്ന നെയിംസിനെ പേര് കൊടുക്കുന്ന ആ വേർഡിനെയാണ് നമ്മൾ നെയിം എന്ന് പറയുന്നത്. ആ സിംബോളിക് നെയിംസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ്, symbolic names that are used to identify us. That are used to identify a memory location. വേരിയബിളിന് 3 ആസ്പെക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് വേരിയബിൾ നെയിം. അതാണ് ഇൻ ദിസ് കേസ് എ ഈസ് ദ വേരിയബിൾ നെയിം. എ എന്ന് പറയുന്നതാണ് വേരിയബിൾ നെയിം. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളാണ് ഈ 4 മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് വൺ ഈസ് വേരിയബിൾ. Second one is memory address. Memory address എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെല്ലിനും മെമ്മറിക്കകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ് സെല്ലെന്ന് പറയുന്നത്. ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ചുമ്മാ പറയാം, ഈ സെല്ലിൻ്റെ അഡ്രസ്സ് 100 ആണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അടുത്ത സെല്ലിൻ്റെ അഡ്രസ്സ് 101, അടുത്ത സെല്ല് 102, 103, ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ചുമ്മാ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. 100, 101, 102, 103. അപ്പം വേരിയബിളിന് ഉള്ള രണ്ടാമത്തെ ആസ്പെക്റ്റാണ് മെമ്മറി അഡ്രസ്സ്. അപ്പം ഏയുടെ അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെമ്മറി അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ അതിൻ്റെ ബേസ് അഡ്രസ്, സ്റ്റാർട്ടിങ് അഡ്രസ്സിനെയാണ് നമ്മൾ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതാണ് ബേസ് അഡ്രസ്. നാല് അഡ്രസ്സ് ഉണ്ട്. 100, 101, 102, 103. 4 മെമ്മറി ലൊക്കേഷൻ, മെമ്മറി സെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ 4 അഡ്രസ്സ് ഉണ്ട്. പക്ഷേങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിരിക്കും, അതിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും. സ്റ്റാർട്ടിങ് അഡ്രസ്സിനെയാണ് നമ്മൾ പറയുന്നത് ബേസ് അഡ്രസ്സ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ വേരിയബിൾസിനും there will be a memory address. അപ്പം കളക്ഷൻ ഓഫ് സെൽസ്, മെമ്മറി എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് സെൽസ് ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ്, ഈച്ച് സെൽ കൺസിസ്റ്റ് ഓഫ് എ മെമ്മറി അഡ്രസ്. ഈ മെമ്മറി അഡ്രസ്സിന് പറയുന്നതാണ് എൽ വാല്യൂ ഓഫ് ദി വേരിയബിൾ. എൽ വാല്യൂ ഓഫ് ദി വേരിയബിൾ. എൽ വാല്യൂ ഓഫ് ദി വേരിയബിൾ. അതായത് ഈച്ച് മെമ്മറിക്കകത്തുള്ള ഈച്ച് സെൽ എന്ന് പറയുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. ഓരോ സെല്ലിനും ഓരോ മെമ്മറി അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ മെമ്മറി അഡ്രസ്സിന് പറയുന്നതാണ് എൽ വാല്യൂ. വേരിയബിളിൻ്റെ കേസ് വരുമ്പോൾ എൽ വാല്യൂ ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ മെമ്മറി അഡ്രസ് ഓഫ് ദി മെമ്മറി അഡ്രസ് ദാറ്റ് ഐഡൻറ്റിഫൈസ് ദി മെമ്മറി അഡ്രസ്. ഇൻ ദിസ് കേസ് എ ഇസ് ദ വേരിയബിൾ അല്ലേ? എ ആണ് വേരിയബിൾ. ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ആയിരിക്കും. 100. കാരണം എന്താണ്? ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് നമ്മൾ അഡ്രസ്സായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് അഡ്രസ്സിന് പറയുന്ന വേറൊരു പേരാണ് ബേസ് അഡ്രസ്സ്. അപ്പം 2 ആസ്പെക്ട്സ് കഴിഞ്ഞു. ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് വേരിയബിൾ നെയിം, സെക്കൻഡ് വൺ ഈസ് മെമ്മറി അഡ്രസ്, ആൻഡ് തേർഡ് ആസ്പെക്ട് ഈസ് കണ്ടന്റ്. കണ്ടന്റ് എന്ന് പറയുന്നത് the value stored in the memory location. The value stored in the memory location. അതിനെയാണ് കണ്ടന്റ്. ഈ കണ്ടന്റിന് പറയുന്നതാണ് അഡ്രസ്സിന് പറയുന്നത് എൽ വാല്യൂ, കണ്ടന്റിന് പറയുന്നതാണ് വേരിയബിളിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത്. ആർ വാല്യൂ. ഇൻ ദിസ് കേസ് ഈ വേരിയബിളിൽ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്? 8 എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? എയിലേക്ക്. അതായത് ആ മെമ്മറി ലൊക്കേഷൻ 8 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പം ആർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് 100, സ്റ്റാർട്ടിങ് ആണ്. എൽ വാല്യൂ എന്ന് പറയുന്നത് 100, ആർ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വേരിയബിളാണ് പഠിച്ചത്. വേരിയബിൾ എന്ന് പറയുന്നത് ദാറ്റ് ഐഡൻറ്റിഫൈസ് വേർഡ്സ് ആർ ദാറ്റ് ഐഡൻറ്റിഫൈസ് എ മെമ്മറി ലൊക്കേഷൻ. വേരിയബിൾസിന് 3 ആസ്പെക്ട്സ് ആണുള്ളത്. അതിലൊന്നാണ് വേരിയബിൾ നെയിം, 2 മെമ്മറി അഡ്രസ്, 3 കണ്ടന്റ്, എൽ വാല്യൂ, ആർ വാല്യൂ. അടുത്ത ഇനി പറയുന്നത് ഓപ്പറേറ്റേഴ്സ്. ഇത് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓപ്പറേറ്റർ എന്താണ്. ഓപ്പറേറ്റേഴ്സ് ആർ സിംബൽസ് ദാറ്റ് യൂസ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. ആ സിംബൽസ് used to perform an operation. അതാണ് ഓപ്പറേറ്റേഴ്സ്. എന്നാൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ഡിനോട്ട് ചെയ്യുന്ന സിംബൽസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയാണ് ഓപ്പറൻസ്. ഓപ്പറൻസ് ആർ വാല്യൂസ് ഓൺ വിച്ച് ഓപ്പറേഷൻ ഈസ് പെർഫോം.
on which operations is performed. ഓപ്പറേഷൻ ഏത് വാല്യൂവിലാണോ, എന്ത് ഓപ്പറേഷൻസ് ഏത് വാല്യൂവിലാണോ ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ഓപ്പറേഷൻസ് ആർ കോൾഡ് ഓപ്പറൻസ്. ദ പാർട്ടിസിപ്പൻസ് ഓഫ് ഓപ്പറേഷൻ ആർ കോൾഡ് ഓപ്പറൻസ്. സേ ഫോർ എക്സാമ്പിൾ A+B. ഇതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് സിമ്പലാണ്. ഓപ്പറേറ്റർ എയും ബി എന്നും പറയുന്നത്, എയും ബിയും എന്ന് പറയുന്നത് ഓപ്പറൻസ്. പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററും എയും ബി എന്ന് പറയുന്നത് ഓപ്പറൻസും ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്താണ്? എയും ബിയും കൂടെ ആഡ് ചെയ്യാനുള്ള എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും എയും ബി എന്ന് പറയുന്നത് ഓപ്പറൻസും ആണ്. ഓപ്പറേറ്റേഴ്സിനെ ബേസിക്കലി 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. 3 രീതിയിലാണ് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the operator with a single operand. The operator with a single operand. With a single operand. അതിന് എക്സാമ്പിളാണ് യൂണറി പ്ലസ് പോസിറ്റീവ്, യൂണറി നെഗറ്റീവ്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അടുത്ത ഒരു ഓപ്പറേറ്ററുകളുണ്ട്, സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇത് 3ആണ് പ്രധാന, ഇത് 4, ഇത് 5 പ്രധാനമായിട്ടുള്ള യൂണറി ഓപ്പറേറ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് യൂണറി പ്ലസ്, യൂണറി മൈനസ്, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, സൈസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇത് 3ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാൻ ഉള്ളത്. യൂണറി പ്ലസ് മൈനസ് നിങ്ങൾക്കറിയാം. നമ്മൾ പ്ലസ് പോസിറ്റീവ് വാല്യൂ, പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ആണ്. അതാണ് യൂണറി പ്ലസും മൈനസും. ഈ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും സൈസ് ഓഫ് ഓപ്പറേറ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. തൽക്കാലം ഇത് മനസ്സിലാക്കി വെക്കുക. യൂണറി പ്ലസ് എന്ന് പറയുന്നത് +9, യൂണറി മൈനസ് എന്ന് പറയുന്നത് എക്സാമ്പിളാണ് -9. പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ. ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, സൈസ് ഓഫ് ഓപ്പറേറ്ററൊക്കെ നിങ്ങൾ വരും ക്ലാസ്സിൽ നിങ്ങളത് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററാണ് യൂണറി ഓപ്പറേറ്റർ. അടുത്ത പറയുന്നത് ബൈനറി ഓപ്പറേറ്റർ. ഇപ്പോൾ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ വിത്ത് 2 ഓപ്പറൻസ്, അല്ലെങ്കിൽ binary operation have 2 operands, അല്ലെങ്കിൽ binary operations performed on 2 operands. Operations performed on 2 operands are called binary operation. Okay, അപ്പം ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ വിത്ത്
2 ഓപ്പറൻസ് ഉള്ള ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. 2 ഓപ്പറൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറൻസിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ 2 ഓപ്പറൻസ് ഉള്ളതിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നത് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റേഴ്സ് ടെർണറി ഓപ്പറേറ്റേഴ്സിന് ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ വിത്ത് ട്രീ ഓപ്പറൻസ് ത്രീ ഓപ്പറൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മളതിനെ ടെർണറി എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതിന് എക്സാമ്പിളാണ് കണ്ടീഷണൽ. ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഓപ്പറേറ്റേഴ്സിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനാണ് യൂണറി, ബൈനറി, ടെർണറി. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇനി ഓരോ ഓപ്പറേറ്റേഴ്സും അല്പം കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഓരോ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് ടു പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രധാനമായിട്ടും മൊത്തം 5 ഓപ്പറേറ്ററാണുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒന്ന് ആഡ് പ്ലസ് സിമ്പൽ അല്ലെ സമ്മേഷൻ. 2 സബ്ട്രാക്ഷൻ ആഡിങ്. 2 സബ്ട്രാക്ഷൻ. 3 മൾട്ടിപ്ലിക്കേഷൻ. 4 ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആസ്ട്രിക് സിമ്പലാണ്, സ്റ്റാർ സിമ്പലാണ്. ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് സ്ലാഷ് സിമ്പലും ആണ്. നിങ്ങൾ എക്സ്ട്രാ ഒരു ഓപ്പറേറ്റർ കൂടെ പഠിക്കുന്നുണ്ട്, മോഡുലസ്. ഇത് ആഡിങ് സിമ്പൽ, ഇത് സബ്ട്രാക്റ്റിംഗ് സിമ്പൽ, മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ, ഇത് ഡിവിഷൻ സിമ്പൽ, ഇത് മോഡുലസ്. ഓക്കെ, മോഡുലസ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് മോഡ് എന്നും പറയും. മോഡ് ഓപ്പറേറ്റർ എന്നും പറയും. പെർസെൻറ്റേജ് സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. മോഡ് ഓപ്പറേറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് സിമ്പലാണ്. അപ്പം ലെറ്റ്സ് സേ A is equal to 10 and B is equal to 5 ആണെന്ന് പറയും. B is equal to 5. അപ്പം A plus B എന്ന് പറയുന്നത് is equal to 15. A minus B എന്ന് പറയുന്നത് 5.
എ ആസ്റ്റിക് ബി, ഈ സിമ്പിളിന് സ്റ്റാർ സിമ്പിളിന് പറയുന്നതാണ് നമ്മൾ ആസ്റ്റിക് എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഈസിക്കൽ ടു 50. എ ഡിവൈഡഡ് ബൈ ബി, സ്ലാഷ് സിമ്പിളാണ്, ഡിവിഷൻ സിമ്പിളിന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്ലാഷ്. ഈസിക്കൽ ടു 50. ഓക്കെ. മോഡ് സിമ്പിൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല. മോഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് റിട്ടേൺസ് ദ റിമൈൻഡർ ഓഫ് ദ integer division. It returns the remainder of an integer division. ഈ മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഓപ്പറൻസ് മസ്റ്റ് ബി ഇൻറ്റിജർ വാല്യൂ. ഫ്രാക്ഷണൽ വാല്യൂസ് ഒരിക്കലും വരാൻ പാടില്ല. മോഡുലസ് ഓപ്പറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓപ്പറൻസ് ഓൾവേസ് വിൽ ബി ഇൻറ്റിജർ വാല്യൂസ്. ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം, നിർബന്ധമാണ്. ഫ്രാക്ഷണൽ വാല്യൂ വരാൻ പാടില്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ, എ മോഡ് ഓഫ് ബി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 മോഡ് ഓഫ് 5 ആണ്. ദാറ്റ് റിട്ടേൺസ് ദ റിമൈൻഡർ ഓഫ് ഇൻറ്റിജർ ഡിവിഷൻ. അപ്പം 10 മോഡ് ഓഫ് 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? റിമൈൻഡർ എത്രയാണ്? 0. റിമൈൻഡർ ആണ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഓക്കെ. റിമൈൻഡർ ഓഫ് ഇൻറ്റിജർ ഡിവിഷൻ. ഇൻറ്റിജർ ഡിവിഷൻ സ്പെസിഫൈ ചെയ്യാൻ കാര്യം, മോഡുലസ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പറൻറ്റ് ഓൾവേസ് വുഡ് ബി ഇൻറ്റിജർ വാല്യൂ. ഫ്രാക്ഷണൽ വാല്യൂസ് വരാൻ പാടില്ല, അതായത് ഡെസിമൽ പാർട്സ് ഉള്ള വാല്യൂസ് വരാൻ പാടില്ല. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 3 മോഡ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോഡ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെ ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, 5 മോഡ് ഓഫ് ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തെന്ന് വെച്ചു. വാട്ട് വിൽ ബി ദ വാല്യൂ? 5 ഡിവൈഡ് ബൈ നമുക്ക് 10 എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നുണ്ട് അവർ. അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് സൈഡ്, ആ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ, അങ്ങനെ പറയാം, ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ ആ ഓപ്പറേറ്റർ, മോഡ് ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ തന്നെയായിരിക്കും. അപ്പം 5 മോഡ് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 5 ആയിരിക്കും. മനസ്സിലായോ? എന്താ പറയാം, മോഡ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും? ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ തന്നെ ആയിരിക്കും. ഇത്രയാണ് അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഇനി പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. Relational operators. Relational operators are used to compare two numeric data. Are used to compare two or more numeric data. ന്യൂമറിക് ഡേറ്റ എന്ന് വേണമെങ്കിൽ പറയാം. ടു ഓർ മോർ ന്യൂമറിക് ഡേറ്റ, അല്ലെങ്കിൽ ന്യൂമറിക് ഡേറ്റയ്ക്ക് ഓർ വാല്യൂസ് എന്ന് പറയാം. ടു ഓർ മോർ വാല്യൂസ് ഓർ ടു ഓർ മോർ ക്വാണ്ടിറ്റീസ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പോൾ 2 ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ്, 2 അതിൽ കൂടുതൽ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ്
greater than, less than, greater than or equal to, less than or equal to, equal to. രണ്ട് ഈക്വൽ ടു സിമ്പിളാണ് ഈക്വൽ ടു. ഓക്കെ, ആൻഡ് നോട്ട് ഈക്വൽ ടു, not equal to. The output of the relation operations will be either true or false. ഒരു റിലേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും, അല്ലാതെ വേറൊരു ഔട്ട്പുട്ടും വരത്തില്ല. ഔട്ട്പുട്ട് വിൽ ബി, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ട്രൂ എന്ന് പറയുന്നത് 1, ട്രൂ എന്ന് പറയുന്നത് 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഫോൾസിനെ നമുക്ക് 0 എന്ന് റെപ്രസെൻ്റ്, ട്രൂവിന് 1 എന്നും ഫോൾസിന് 0 എന്നും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ടു കമ്പയർ ടു ന്യൂമറിക് ഡേറ്റാസ് അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 2 or more ക്വാണ്ടിറ്റീസ്, അതിനെയാണ് നമ്മൾ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ലെസ് ദാൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം A ഈസ് ഈക്വൽ ടു 10, B ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ പറയാം A ഗ്രേറ്റർ ദാൻ B. 10 ഈസ് ഗ്രേറ്റർ ദാൻ B ആണോ? ആണല്ലോ. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. ട്രൂ എന്ന് പറയുന്നത് 1. ഓക്കെ, അടുത്ത A ഈസ് ലെസ് ദാൻ B. 10 ഈസ് ലെസ് ദാൻ B 2 ആണോ? അല്ല. അപ്പോൾ എന്താ സംഭവിക്കും? അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫോൾസ് ആയിരിക്കും. ഫോൾസ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതെ. A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ആണോ? അപ്പോൾ 10 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ആണല്ലോ. ആണെങ്കിൽ ട്രൂവിന് നമുക്ക് 1 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത A ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. 10 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? അല്ല. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫോൾസ് ആയിരിക്കും. 0 ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ഈക്വൽ ടു സിമ്പിൾ. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു സിമ്പിളാണ്. A ഈസ് ഈക്വൽ ടു B ആണോ? അല്ല. 10 ഈസ് ഈക്വൽ ടു 2 ആണോ? അല്ല. അപ്പോൾ റിട്ടേൺ ചെയ്തത് ഫോൾസ് ആണ്. അടുത്ത A ഈസ് നോട്ട് ഈക്വൽ ടു B. 10 ഈസ് നോട്ട് ഈക്വൽ ടു 2 ആണല്ലോ. ആണെങ്കിൽ ട്രൂ. റിട്ടേൺ ചെയ്യുന്നത് ട്രൂ വാല്യൂ ആയിരിക്കും. ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കിയത് വേരിയബിൾസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ നോക്കിയത് അർത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും കുറച്ച് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ പഠിക്കും. അത് അടുത്ത സെക്ഷനിൽ ആയിരിക്കും. താങ്ക് യു.